നിങ്ങൾ മനസ്സിലാക്കിയത്? ഹബീബായ റസൂലുള്ള ഞങ്ങളെ സഹായിക്കൂല, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ സംരക്ഷകനാണ്, ഹാഫിളാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മി എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഞങ്ങൾ പെടും, നിങ്ങൾ പെടുമെന്ന് ഞാൻ കറക്കൂടാ. അതുകൊണ്ട് വിഷയം കൃത്യമാണ്. അള്ളാഹു പറഞ്ഞു, അത് അസ്സലാനി ഇമാം വിശദീകരിച്ചു, പലരും വിശദീകരിച്ചു. ഏറ്റവും പ്രശസ്തനായ ഒരു പണ്ഡിതനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞങ്ങൾ റസൂലിനെ വിളിക്കുന്നതിന്റെ മാനദണ്ഡം ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു. ഞാനൊരു 3 ചോദ്യം ചോദിച്ചിട്ടോ മൂപ്പർക്ക് തൊടാനും കഴിഞ്ഞില്ല. ഒപ്പിരുന്ന റഹ്മാനിക്ക് ഒരു തട്ടും വിഷയത്തുനിന്നാ ഞാൻ ചോദിച്ചത് പറയാ, വിഷയം പെട്ടില്ല. ഞങ്ങൾ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വാദം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തെളിവ് ധരിച്ചത്. ഇവിടെ നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. എന്താ വാദം? നിങ്ങളുടെ വാദം വായിച്ച് തെളിയിക്ക്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സഹായതേട്ടം ശിർക്കല്ല, അനുവദനീയമാണ്. ഉണ്ടോ ഫത്ഹുൽ ബാരിയിൽ? വെല്ലുവിളിക്കുന്നു ഞാൻ. നിങ്ങളുടെ വാദത്തിന് തെളിവുണ്ടാവിൽ നിങ്ങളെ തൊള്ള കൊണ്ട് പറഞ്ഞാ പോരാ, നിങ്ങളുടെ ദുർവ്യാഖ്യാനം പോരാ. ഏതിബ്നു കസീർ പറഞ്ഞു, ഏതിബ്നു ഹജർ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇപ്പൊ ഒന്നംഗീകരിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ ഏതായാലും പോയി പരലോകത്ത്. കാരണം ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരു ഇത് പറഞ്ഞതോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ ഏതായാലും പരലോകത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളുകൾ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ തെളിവില്ല. ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്. റാസി തന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അള്ളാന്റെ അടുത്തേക്കാ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ആരോടാ ഇസ്തിഗാസ നടത്തേണ്ടത്? അല്ലല്ലാത്ത വേറെ ഒരാളും ഇല്ലാതാ. റാസി തന്റെ തഫ്സീർ രേഖപ്പെടുത്തിയതാ. ഇസ്തിഗാസ നടത്തേണ്ടത് അള്ളാഹിനോട് മാത്രമാണ്, വേറെ ആരോടും നടത്താൻ പാടില്ല. അതാ ഇസ്ലാം, അതാ ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾ പറഞ്ഞിടത്തൊന്നും തന്നെ നിങ്ങളെ വാദത്തിന് തെളിവില്ല. വഫാത്തായ നബിയോട്, അതാ നിങ്ങളെ വാദം, വഫാത്തായ നബിയോട് വഫാത്തിന് ശേഷമുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് നിങ്ങൾ വായിച്ചതിലുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്കണം. അപ്പോ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം അവശേഷിക്കുന്നു. ഈ വാദത്തിന് ഖുർആനിൽ നിന്നെന്താ തെളിവ്? ഈ നിങ്ങളെ വാദത്തിന് വേറെന്തെങ്കിലും ആയത്ത് ഓതിയിട്ട് കാര്യമില്ല. വേറെന്തിനെങ്കിലും ആയത്ത് വേണ്ടത്. നിങ്ങൾ എഴുതി വെച്ച വാദമില്ലേ, ആ വാദം വായിക്ക്. എന്നിട്ട് അതിന് തെളിവ് പറ ഖുർആനിൽ നിന്ന്. അതാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ചോദിച്ച തെളിവുകൾ തന്നു, വിഷയാവതരണത്തിൽ പറഞ്ഞു, ഖണ്ഡനത്തിൽ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ഈ വാദത്തിന് ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ? ആ തെളിവ് നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആനിൽ നിന്ന് തെളിവ് ചോദിച്ചപ്പോ ഇബ്നു ഹജറിനെ വായിച്ചു. ഇബ്നു ഹജർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു ഹജർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ വാദം പറഞ്ഞിട്ടുണ്ടോ? ഈ വാദം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്കണം. ദേശക്കടിച്ചോണ്ട് കാര്യമില്ല. തെളിവുണ്ടെങ്കിൽ വായിക്ക്. ഇബാറത അതിപ്പോ തൽക്കാല ഒരു ആവേശത്തിന് വരും തക്ബീറൊക്കെ ചെല്ലും, ഇറങ്ങിയാൽ ഓലും ആലോചിക്കും നമ്മളെ നൗഷാദ് ഇപ്പോഴും പണ്ട് കലക്കി കുടിച്ചേ മാറിയിട്ടില്ലട്ടോ എന്നിവരും പറയും. അതിന്റെ കോപ്രായങ്ങളും അതിന്റെ വെപ്രാളങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറെയൊന്നുമില്ല. തെളിവ് പറയുക. സക്കരിയ കലക്കി കൊടുത്ത് കുടിച്ച പ്രശ്ന അതാ ഇവിടെ സംഭവിച്ചത്. വടി കൊടുത്താടി വാങ്ങേണ്ട കായ്ക്കുടി മര്യാദക്ക് ചെയ്തോ. കണ്ടില്ല, നീ കൽപ്പടിച്ചില്ല. ഇപ്പൊ മൂപ്പര് പറയാ അസ്കലാനി ഇമാം അല്ല പറഞ്ഞത്, ഈ ഉമ്മത്തിന്റെ ഹാഫിളാണ്, കാവൽക്കാരനാണെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. എവിടെയാ പറഞ്ഞത്? തൗറാത്തിലാ. അപ്പൊ തൗറാത്ത് തെളിവ് പറയാൻ പറ്റുമോ? തൗറാത്ത് മൻസൂഖയിലെ അത് കണ്ട് ചിരിക്കണ്ട. തൗറാത്തിലുണ്ട് എന്ന് ബുഖാരിയിലുണ്ടായിട്ടാ ഞാൻ പറഞ്ഞത്. തൗറാത്തിലുണ്ട് എന്ന് ബുഖാരിയിലുണ്ട്. അതാ ഇബ്നു അസ്കലാനി വിശദീകരിച്ചത്. ഐ ഹാഫിള, ഈ ഉമ്മത്തിന്റെ കാവൽക്കാരനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ആയത്ത് തന്നെ വേണോ? പിടിച്ചോ. ഇന്ന് ഒന്നുകൊണ്ടൊന്നും രക്ഷപ്പെടൂല കായക്കൊടി. ഇത് തെളിവുകളുടെ മാലപ്പടക്കമാണ്. പിടിച്ചോ. ഒന്ന് ഹിർസലിൽ മുഅ്മിനീൻ വിശദീകരണം പറഞ്ഞത് അസ്കലാനി. തൗറാത്തിലാതുള്ളത് ഖുർആനിലല്ല. ഇല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ച് ഇനി അത് പെട്ടുപോരുത്. പിന്നെ അത് വിശദീകരിച്ചത് അസ്കലാനി ഇമാമാണ്. അങ്ങനെയുണ്ട്
പിന്നെ അതെടുക്കട്ടെ. ഞാൻ പറയുന്നത് ഇനി ഖുർആൻ തന്നെ വരുന്നു എടുത്തത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. പിടിച്ചോളൂ, അല്ലാഹുവിന്റെ റസൂൽ ഷാഹിദാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്, പേടിപ്പിക്കുന്ന ആളാണ്. എന്തിന് അല്ലാഹ് പറഞ്ഞത്? ഇത് ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിനെയും വിശ്വസിക്കാൻ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ, മൗലവി എന്താണ് വതുവഖിറൂഹു എന്ന് പറഞ്ഞാൽ? കേട്ടോ വിശദീകരണം. ഐ തുസവ്വിദൂഹു, റസൂലുള്ളാഹിനെ സയ്യിദാക്കണം. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടോ, ഹുവല്ലദീ യുഖ്ദഉ ഇലൈഹി ബിന്നവാഇബി വസ്സദായിബി, ആപൽഘട്ടങ്ങളിൽ വിപത്തുകളിൽ അഭയം തേടപ്പെടുന്ന നേതാവ് അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. റാദി എവിടെയോ ഒരു സ്ഥലത്ത് അള്ളാനോട് നടത്തുന്ന ഇസ്തിയാസ അള്ളാനോട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന് തെളിവേ ഓന്റെ പൊട്ടന്മാരെ എന്തിനാ നിങ്ങൾ പറ്റിയ? അല്ല പറയാണ് അല്ലാഹുവിന്റെ റസൂലിനെ സയ്യിദാക്കണം. സയ്യിദാക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കലല്ല. പഠിച്ചോ, അസ്സയ്യിദു ഹുവല്ലദീ യുഖ്ദഉ ഇലൈഹി ബിന്നവാഇബി വസ്സദായിലി, ആപൽഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അഭയം തേടാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണല്ലോ അന സയ്യിദു വൽദി ആദം. ഈ ഹദീസിന്റെ വിശദീകരണമാണ്. വിപത്തുകൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ അഭയം തേടാനുള്ള നേതാവാണ്. എന്നിട്ട് പറയാണ് നബവി ഇമാമ്, എന്തിനാ ഇത് പറഞ്ഞത്? കേട്ടോളൂ, ഇത് പറഞ്ഞത് ലിയഅ്മലൂ ബിമുഖ്തദാഹു, ഈ ആയത്തിന്റെ ഈ ഹദീസിന്റെ വിശദീകരണം അനുസരിച്ച് പ്രവർത്തിക്കാനാണ്. ആപൽഘട്ടങ്ങളിൽ വിളിക്കാനാണ്, ബുദ്ധിമുട്ടുകളിൽ വിളിക്കാനാണ്. അതല്ലേ ഞങ്ങൾ വിളിക്കുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി. ധൈര്യത്തോടെ വിളിച്ചൂടെ? തൊബരിയുടെ തഫ്സീർ, ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ, ഐ തുസബ്ബിദൂഹു, റസൂലുള്ളാഹിനെ സയ്യിദാക്കണം. സയ്യിദ് എന്ന് പറഞ്ഞാൽ ആപൽഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ട് വരുമ്പോ സഹായം തേടപ്പെടുന്ന ആൾ. തേടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് നബവി ഇമാമ് പറയട്ടെ. ഞാൻ ഇത്ര പ്രസക്തമായ ഒരു വിഷയം ശിർക്കാണെന്ന് പറയാൻ സക്കറിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇല്ലാതെ പോയോ എന്നാണ് എന്റെ സംശയം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇത് സംഘടിപ്പിച്ച പ്രവർത്തകരെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇത് ഞങ്ങളുടെ ഏകപക്ഷീയമായ ആക്രമണമാണ്. അയാൾക്കറിയാം മക്കത്ത് നിന്ന് കിട്ടിയതാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമാണ്. പിടിച്ചോ തെളിവ്, തെളിവുകളുടെ മാലപ്പടക്കം. എളാപ്പാന്റെ പാട്ട് നല്ല പാട്ടാണ്. ആരാ പറഞ്ഞ? എളാപ്പ തന്നെയാണ്. ഇത് തെളിവുകളുടെ മാനപ്പടക്കമാണ്, ഇത് ഏകപക്ഷീയമായ അക്രമമാണ്. ആരാ പറയണത്? എളാപ്പന്നെ പറയണത്. എളാപ്പ പുലി മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ തെളിവാ വേണ്ടത്. എന്താ അള്ളാന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഈ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അതല്ല വേണ്ടത്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആ റസൂലിനോട് സഹായം തേടാം എന്ന് ഈ പറഞ്ഞ ഒന്നിലുമില്ല. ഒരൊറ്റ ഒന്നും നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്തുകൾ പോയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഴയ്ക്ക് വേണ്ടി തേടാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുറിവ് വന്നപ്പോ പോയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറ പോയിട്ടുണ്ട്. പക്ഷേ വഫാത്തിന് ശേഷമുള്ളതായ നമ്മളെ തർക്കം ഒരൊറ്റ വിഭാഗത്ത് വഫാത്തായ റസൂലിനോട് ഇസ്തിഗാസ നടത്താൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തെളിവുണ്ട് എന്ന് ഹാഫിൽ വ്യാഖ്യാനിച്ചും പറഞ്ഞിട്ടില്ല, ഹഫീൽ വ്യാഖ്യാനിച്ചും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതല്ലേ വായിക്കേണ്ടത്? ഈ സാധുക്കൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ ആർത്ത് വിളിക്കാൻ ഇതാ കൂട്ടരെ വാദം, ഇതാ കൂട്ടരെ വാദം. നിങ്ങൾക്ക് വാദം മനസ്സിലായോ? ഇതിനാ നിങ്ങളുടെ മൊയ്ലാര് തെളിവ് പറയേണ്ടത്. ഇതിനാ തെളിവ് പറയേണ്ടത്. ആ തെളിവ് പറഞ്ഞോ? വഫാത്തിന് ശേഷം റസൂലിനോട് ഇസ്തിഗാസ നടത്താമെന്നതിന് ഒരു തെളിവ്, ഒരു വരി ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാ എന്റെ ചോദ്യം. ഖുർആനിൽ നിന്ന് അതിന് ആയത്ത് ഉദ്ധരിക്കാമോ? ആയത്തിൽ നിന്ന് മാത്രമല്ല, ഹിജ്റ 502 മരണപ്പെട്ട അബുൽ ഖാസിം അൽ ഹുസൈൻ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ മുഫ്രദാത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, അന്നക്കും ഇദാ അസാബതകും ശിദ്ദ ലം തഫ്സഉ ഇല്ലാ ഇലൈഹി.
അള്ളാന്റെ അടുത്തേക്കല്ലാതെ പോകാൻ പാടില്ല. അള്ളാന്റെ അടുത്തേക്കല്ലാതെ പോകാൻ പാടില്ല. ഈ ഇമാം നവവി ആകട്ടെ, ഇബ്നു ഹജർ ആകട്ടെ, ആരും തന്നെ നിങ്ങൾ ഈ പറഞ്ഞ വാദം പറഞ്ഞിട്ടില്ല. ഹാഫിളാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേതാവാണ് എന്ന് പറഞ്ഞാൽ അതാണ് തർക്കം. റസൂല് നേതാവാണ് നല്ല തർക്കം. നേരെ മറിച്ച് വഫാത്തിന് ശേഷം റസൂലിനോട് ഇത്തരത്തിൽ ഇസ്തിഗാസ നടത്തിയോ? അതിനാ തെളിവ് വേണ്ടത്. അതിനാ ഖുർആൻ എന്ന് തെളിവ് ചോദിച്ചത് ഇല്ല. ശരി, ഇനി എന്റെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വഫാത്തായാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ എന്നോട് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടു. എന്റെ രണ്ടാമത്തെ ചോദ്യം, അള്ളാന്റെ റസൂല് കൽപ്പിച്ചിട്ടുണ്ടോ? മൗലവിക്ക് വഫാത്തും തിരിഞ്ഞിട്ടില്ല, മരണവും തിരിഞ്ഞിട്ടില്ല, ജീവിതവും തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മുഴുവൻ തെളിവും വഫാത്തിന് ശേഷത്തേക്കും ബാധകമാണ്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ, സയ്യിദാക്കണം. ആരുടെ സയ്യിദ്? അന സയ്യിദു ഉൽദി ആദം, ആദമിന്റെ സന്തതികളുടെ സയ്യിദ്. ആദമിന്റെ സന്തതി നബി വഫാത്തായതോടെ ഇല്ലാതായോ? ഞങ്ങളൊക്കെ ആദമിന്റെ മക്കളാ. നിങ്ങളോ? ഡാർവിൻ പറഞ്ഞതുപോലെയാണോ? ആണോ? ആദമിന്റെ മക്കളുടെ സയ്യിദാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദമിന്റെ മക്കൾ വഫാത്തിന് മുമ്പുണ്ട്, ശേഷമുണ്ട്, ഹയാത്ത് കാലത്തുണ്ട്. ഞങ്ങൾ ആദമിന്റെ മക്കളാണ്, ഞങ്ങളെ സയ്യിദാണ്. സയ്യിദാന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യുഫ്ദു ഇലൈഹി ബിന്നവാഇബി വസ്സദായിദി ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിയഹും. ബുദ്ധിമുട്ടുണ്ടാകും, പറയാ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ തേടണം. അതേ, ആപൽ ഘട്ടങ്ങളിൽ വിപത്തുകൾ ഉണ്ടാകുമ്പോ എല്ലാവർക്കും തേടാനുള്ള നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളിപ്പോ എന്താ ചോദിച്ചത്? എന്നോട് തേടിക്കോ, ഞാൻ അതിന് വിഷമഘട്ടത്തിൽ സഹായിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്നെ പറഞ്ഞത്. അന സയ്യിദു ഉൽദി ആദം ത്വാഹ റസൂലുള്ളാഹി. ഞാൻ ആദം സന്തതികൾ വിഷമമുണ്ടാകുമ്പോ, നബവിമാമ അർത്ഥം പറഞ്ഞത്, നബവിമാമ പറഞ്ഞ അർത്ഥ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങളല്ല പറയേണ്ടത്, നബവിമാമാണ് പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞു. എന്താ മൗലവി ഇതിന്റെ അർത്ഥം? പിന്നവാഇബി വസ്സദാഇബി. നോക്ക് നന്നായിട്ട്. ആപൽ ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ അഭയം തേടാനുള്ള നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനോട് ആദം പറഞ്ഞത്. അത് അല്ലീങ്ങൾ പറയും, ആദമിന്റെ മക്കൾ എന്ന സാധനം റസൂലുള്ളാഹിന്റെ വഫാത്തോടെ തീർന്നു. ഞങ്ങൾ ആദമിന്റെ മക്കൾ തന്നെയാണ്. ഇത്ര പൊട്ടന്മാരാകാൻ പാടുണ്ടോ? ഇതിനൊക്കെ അതിരില്ലേ? എന്താ ഇത്? അതുപോലെ ഹിർസലിൽ ഉമ്മിയീൻ. ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉമ്മത്ത് തമ്മിൽ നിങ്ങൾ പെടൂലേ? ഞങ്ങൾ പെടും. അതുകൊണ്ടാ ചോദിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രല്ല വഫാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ എല്ലാത്തിനും മറുപടിയായി പഠിച്ചോ. ഞങ്ങൾ ഇത് മനസ്സിലാക്കിയ സ്വഹാബത്തല്ലേ? കണ്ടില്ല നിങ്ങൾ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഇസ്തിഗാസ ചെയ്യുന്നു, അവര് സഹായം തേടുന്നു. സ്വഹാബത്തിന്റെ ഇടയിൽ അതൊരു സംഭവമേ അല്ലല്ലോ, എല്ലാവരും ചെയ്യല്ലേ? അതിൽ തർക്കമുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതകാലത്ത് സ്വഹാബികൾ ചോദിച്ച പോലെ വഫാത്തിന്റെ ശേഷവും സ്വഹാബികൾ ഒന്നല്ല രണ്ടല്ല ഡസൻ കണക്കിന് സ്വഹാബികൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഹബീബിന്റെ ഖബറിന്റെ സമീപത്ത് ചെന്ന് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതവര് മനസ്സിലാക്കി. അപ്പൊ ആദമിന്റെ മക്കൾ വഫാത്തോടെ അവസാനിക്കൂല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങൾ ആദമിന്റെ മക്കളായതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ തേടുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ പറഞ്ഞാൽ ഞങ്ങൾ അതിൽ പെടും. കാരണം ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ ഉന്നുർനാന്ന് പറയും. ഇത്രയധികം വിഷയങ്ങൾ പറഞ്ഞിട്ടും ഇവർക്ക് മാത്രം അത് മനസ്സിലാകാതെ പോയത്. എളാപ്പാക്ക് മാത്രമല്ല, മൂത്താപ്പാക്കും തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. നിങ്ങൾ മനസ്സിലാക്കിപ്പോയി. ചിലതൊക്കെ അത് നടന്നതുമില്ല, അത് നടന്നതും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, തെളിവുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറ അന സയ്യിദ് ഉൽദി എന്ന് പറഞ്ഞാൽ വഫാത്തിന് ശേഷം ഇല്ല എന്ന് ഈ ഹദീസിൽ ഇന്നാൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? അത് ഇത് വഫാത്തോടെ ഈ തെളിവ് അവസാനിക്കുന്നു. ഇന്നിനെയും കുട്ടിക്കോ ഒന്ന് പറ. തെളിവ് പറയാനാ മുസ്ലിയാരെ പറഞ്ഞത്. വായിച്ചോ?
വഫാത്തിന് ശേഷം ഇമാം നബവി അങ്ങനെ പറഞ്ഞോ? വഫാത്തിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്ക്. വെറുതെ കിതാബെടുത്ത് അട്ടഹസിച്ചതൊരു കാര്യമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതാണ് വായിക്കേണ്ടത്. ഇല്ല, അതിലെന്താ വിഷയം? സയ്യിദ് നേതാവാരാ? നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ പ്രശ്നങ്ങൾ പറയാൻ ആളുകൾ പോയിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി തേടിയപ്പോ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇവിടെ നിങ്ങളെ വാദം ഒന്ന് നോക്ക്. ഇവിടെ എന്തൊക്കെയോ കുറെ കണ്ടുവന്ന് ആ വാദമല്ലാത്ത, വാദവുമായി ബന്ധമില്ലാത്ത തെളിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ മാറ്റേണ്ടതായാലും പണ്ടൊക്കെ കാന്തപുരത്തിന്റെ മക്കൾ എന്നാ പറയല്, ഇപ്പൊ ആദമിന്റെ മക്കൾ എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോ ഏതായാലും നന്നായി മാറ്റേണ്ട. കാരണം ബാപ്പ കള്ളനാണെന്ന് പ്രസംഗിച്ച മോനായിരുന്നു. ബാപ്പ പള്ളിക്ക് പിരിവെടുക്കും, പക്ഷെ പിരിവെടുത്താലും ബാപ്പ പള്ളി ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ മോനല്ലേ. അപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ എന്റെ ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ എന്നോട് സഹായം തേടുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം. അടുത്ത ചോദ്യം കൂടി കേട്ടോളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ഏതെങ്കിലും ഒരു നബിയോട് പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ഇസ്തിഗാസ നടത്തിയതായി ഒന്നുകിൽ ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ? ഇതാ ചോദ്യം. ഇതാ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കണമാതിരി ബഹളവും കോപ്രായൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഞങ്ങൾ ആളുകൾ വിഷയം പഠിപ്പിക്കാനാ. കാരണം ഈ കൗമിനെ ഞങ്ങൾ വയല് വെച്ചാൽ കേൾക്കാൻ കിട്ടൂല. ഈ കൗമിനെ ഞങ്ങൾ വയല് വെച്ചാൽ കേൾക്കാൻ കിട്ടൂല. അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ തെളിവ് പറയുന്നത്. നിങ്ങൾക്ക് കോപ്രായം കാട്ടി ആവേശം ഉണ്ടാക്കിയാൽ മതി. തെളിവുകളുമായാണ് ഇവിടെ മാറ്റിരക്കുന്നത്. തെളിവുണ്ടോ? നിങ്ങൾ വായിച്ച ഒന്നിലും വഫാത്തിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും റസൂലിനോട് ഇസ്തിഗാസ നടത്താമെന്നില്ല. അതിന് തെളിവുണ്ടോന്നാ എന്റെ ചോദ്യം. ഖുർആനിലുണ്ടോന്ന് ചോദിച്ചു ഇല്ല, ഹദീസിലുണ്ടോന്ന് ചോദിച്ചു ഇല്ല, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഇല്ല. ഇപ്പോഴെന്റെ ചോദ്യം, റസൂല് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയായിനോട് ഏതെങ്കിലും പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ ഇസ്തിഗാസ നടത്തിയതായി തെളിവുണ്ടോ? അതുണ്ടെങ്കിലാണ് നമ്മളെ വാദപ്രതിവാദം അനുസരിച്ച് നിങ്ങൾ ജയിച്ചതായി പറയാം. ഒച്ചുണ്ടാക്കിയിട്ട് ജയിക്കലല്ല, ബഹളം ഉണ്ടാക്കലല്ല, അടിയുണ്ടാക്കലല്ല, പരിഹസിക്കലല്ല. തെളിവ് വരട്ടെ. ഏതായാലും ഞങ്ങളെ വിജയം നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചത് ഇതിന്റെ ഒരു കറാമത്തന്നെ. അതങ്ങനെ തന്നെയാണ്. അല്ലെങ്കിലും കൊണ്ട് പ്രഖ്യാപിച്ചല്ലോ. അത് തന്നെയാണ് അതിന്റെ ശരിയും. ചങ്ങാതിമാരെ, മൂപ്പര് മനസ്സിലാക്കിയത് കാന്തപുര ഉസ്താദിന്റെ ആദമിന്റെ മക്കളല്ലാതാണ് ഈ ചങ്ങാതി മനസ്സിലാക്കിയത്. അത് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങളതാണോ? ഞങ്ങളെ പറഞ്ഞൊക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെന്താ ഈ പറയുന്നത്? നബവി ഇമാം പറഞ്ഞു ഇത് വഫാത്തിന്റെ ശേഷമാണ്. ഇമാം എപ്പോഴാണ് എഴുതിയത്? ഹിജ്റ 600. വഫാത്ത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത് തന്നെ. അന സയ്യിദു വൽദി ആദം ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾ ആദമിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സയ്യിദാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങളെ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പൽ ഘട്ടങ്ങളിൽ ചോദിക്കാനുള്ള ആള്. നിങ്ങൾ പറഞ്ഞല്ലോ, മഴ ചോദിച്ചു ജീവിതകാലത്ത്, രോഗത്തിന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, സ്വർഗം വരെ ചോദിക്കാൻ പറഞ്ഞു. ഈ അനസയ്യിദ് വൽദി ആദമും മുൻദുർണയും ഒക്കെ മനസ്സിലാക്കിയ സ്വഹാബത്ത് ഞാൻ പറഞ്ഞല്ലോ, വഫാത്തിന്റെ ശേഷവും റസൂലുള്ളാഹിനോട് വന്ന് സഹായം തേടിയിട്ടുണ്ട്. അത് ഈ തെളിവ് മനസ്സിലാക്കിയിട്ട. ഉദാഹരണത്തിന് പിടിച്ചോ, മദീനയിൽ നബിതങ്ങൾ വന്നപ്പോ അന്ന് സ്വീകരണം കൊടുത്ത സ്വഹാബി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് കബളിങ്ങനെ വെച്ച് റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്യുകയാണ്. ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഈ കല്ലിനോട് പറയുകയാണോ? മറുപടി പറഞ്ഞു, കല്ലിനോടല്ല എന്റെ ചോദ്യം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്നതാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ല. അപ്പൊ ജീവിതകാലത്ത് ചോദിച്ച പോലെ സ്വഹാബത്ത് വഫാത്തിന്റെ ശേഷവും ചോദിച്ചു. ശരിക്കും നോക്കിക്കോ. ഹാക്കിം ഉദ്ധരിച്ചു ഹദീസ് സ്വഹീഹാണെന്ന് ദഹബി രേഖപ്പെടുത്തി. ഹാക്കിം പറഞ്ഞു, ദഹബി ഇഖ്റാർ ചെയ്തു, അതിൽ സംശയിക്കണ്ട.
അജത്താന് കണ്ടുപിടിക്കാൻ ഫൈസൽ മൗലവി ബാക്കിലില്ല. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, വിഷയം വളരെ ക്ലിയറായി. ഞങ്ങൾക്ക് നിങ്ങളാളുകൾക്ക് വിഷയം പഠിപ്പിക്കാനാണ്, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയുന്നുണ്ട്, ഇതെന്നെ പഠിച്ചില്ല ഇപ്പോ. പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം, അല്ലാഹുവിന്റെ റസൂല് മറ്റ് നബിമാരോട് ചോദിച്ചിട്ടുണ്ടോ? പറയുന്നു അത് വിഷയത്തിന്റെ പുറത്ത് റോറ്റ തട്ട പോർത്ത്, അത് പരിഗണിക്കൂല. ഇവിടെ വിഷയം എന്താ? റസൂലിനോട് ചോദിക്കാൻ പറ്റുമോ? റസൂല് വേറെ ആളോട് ചോദിച്ചിട്ടുണ്ടോന്നാ വിഷയം. അതിന് വേറെ വാദപ്രതിവാദമായിരിക്കോ? അവിടെ ഞങ്ങൾ തെളിയിക്കാമത്. അതാ 2 മാസം ആലോചിച്ചുണ്ടാക്കിയ ചോദ്യം. എന്താ നിങ്ങൾ അവസ്ഥ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി, മഅബൂദാകൂല എന്ന് പ്രത്യേകതയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി, എന്തേ എന്നോട് സ്വർഗം ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി, വിപൽഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് സഹായിക്കാനുള്ള ആളാണെന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി, മഹാനായ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരിയെ പോലെയുള്ളവർ അവരിന്റെ സമീപത്ത് വന്ന് സംഭവങ്ങൾ വരെ ഹദീസിന്റെ കിതാബിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ആ നേതാവിനോട് ചോദിക്കാനുള്ള എത്രയോ തെളിവുകൾ ഈമാനുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾ അവതരിപ്പിച്ചു. അതാണ് ഹിർദല്ലിൽ ഉമ്മീൻ എന്ന് പറഞ്ഞത്, അനസയ്യിദുൽ ദിയാദ് എന്ന് പറഞ്ഞത്, ലിതുവഖിറൂഹു എന്ന് പറഞ്ഞത്. അതൊക്കെ ഏത് കാലത്തേക്കും ബാധകമാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, നബി തങ്ങളെ അയച്ചത് തന്നെ ഒരു വിഭാഗത്തേക്കല്ല കായ്ക്കൊടി, മുഴുവൻ സമൂഹത്തിലേക്കുമാണ്. ഇയാൾക്ക് വാദപ്രതിവാദം എന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടല്ല ചോദ്യം തട്ടിയത്. ഇവിടെ എന്തിനാ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്? ഞങ്ങളുടെ വാദം എന്തുകൊണ്ടാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്ക് എന്ന് പറയാൻ ഞങ്ങളുടെ വിഷയാവതരണത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഒരു നബിയോടും ഇസ്തിഗാസ നടത്തിയിട്ടില്ല. ഞങ്ങളുടെ വാദം സ്ഥാപിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഈ തെളിവ് പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാതെ എന്താ നിങ്ങൾക്ക് ഹാഫിൽ കലക്കി തന്നത് എനിക്കറിയില്ല നൗഷാദ്, ഈ ജാതിയിലെ ഹാല് മാറിപ്പോകാൻ. അപ്പോൾ ആ ചോദ്യത്തിനും മറുപടിയില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നടത്തേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന മരിച്ചുപോയ ഏതെങ്കിലും ഒരു നബിയോട് വേണ്ട, നബി പറഞ്ഞിട്ടിനി അത് വിഷയമല്ല എന്ന് പറയണ്ട, നിങ്ങൾ എന്നോട് നടത്തൂ. വീട്ടിൽ നിന്നിറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്നോട് നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന, ഒരു ഇസ്തിഗാസ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? വഫാത്തിന് ശേഷം നിങ്ങൾ നബിയോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവായി നിങ്ങളതാ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്റെ ചോദ്യം മുഴുവൻ ഇവിടെ അവശേഷിക്കുന്നു. ഒരു തെളിവും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ഖുർആനിൽ നിന്ന് ഒരായത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല വഫാത്തായ നബിയോട് ഇസ്തിഗാസ നടത്താമെന്നതിന്. അതേപോലെ തന്നെ ഒരു സ്വഹീഹായ ഹദീസ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ അല്ലാഹുവിന്റെ റസൂല് നടത്തിയ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു ഇസ്തിഗാസ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല കൂട്ടരെ, നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് തെളിവുദ്ധരിക്കാൻ കഴിയില്ല. കാരണം റബ്ബ് പറഞ്ഞതാണ്, അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വമാ യത്തബിഉൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ യത്തബിഊന ഇല്ലല്ലദ്. ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് തേടിക്കൊണ്ടിരിക്കുന്നവർ യത്തബിഊന ഇല്ലല്ലദ്, ഊഹേയുള്ളൂ, ഊഹമാണ്, പിൻപറ്റലാണ്. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദല്ലേ, അപ്പൊ സയ്യിദ് ഇങ്ങനെ ഇമാം നവവി പറഞ്ഞിട്ടില്ലേ, അത് വഫാത്തിന് ശേഷവും ബാധകാവൂലേ എന്ന ഊഹമാണ്. ഇമാം നവവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇമാം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഊഹം മാത്രമാണ്. ഈ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. പ്രമാണങ്ങൾ മാറ്റിവെക്കുന്ന ഇത്തരമൊരു സന്ദർഭത്തിൽ, തെളിവുകളുമായി മാറ്റിവെക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാപട്യവും നിങ്ങളുടെ കോപ്രായങ്ങളും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെളിവ് പറ. ഊഹമല്ല,
യഖീനാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സയ്യിദ് ഉൽദിയാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദം നബിയുടെ സന്താനമാണ് എന്നത് ഊഹമാണോ? അല്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങൾക്ക് അല്പം ഊഹമായിരിക്കും, അതും ഉറപ്പില്ല. എന്തിനു പോകുന്നതായി സാധു? അതും ഉറപ്പില്ലത്രേ. അത് ഊഹമല്ല, അത് യഖീനാണ്. പിന്നെ അള്ളാനോട് തേടുന്നത് പോലുള്ള പ്രാർത്ഥന നബിയോട് ഖുർആനിലുണ്ടാവോ? അതുണ്ടാവൂല സാധു. അള്ളാനോട് തേടുന്ന പോലുള്ള പ്രാർത്ഥന അതെങ്ങനെ ഉണ്ടാവുക? അത് അള്ളാനോട് ഇലാഹാണ്, റബ്ബാണ്. ഈ നിലയ്ക്കുള്ള പ്രാർത്ഥന റബ്ബിനോട് മാത്രം. അതേ സമയത്ത് അള്ളാഹ് ഹാഫിദാക്കി, അള്ളാഹ് സംരക്ഷകനാക്കി. ആ നിലയ്ക്കുള്ള എല്ലാ തേട്ടവും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ ഞങ്ങളെ വാദം. പഠിച്ചില്ല നിങ്ങൾ, അറിഞ്ഞില്ല നിങ്ങൾ, ഇനി പഠിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുമില്ല നിങ്ങളെ കുറിച്ച്. അവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ, വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ മുഴുവൻ തെളിവുകളിലും റസൂലുള്ളാഹിനെ സയ്യിദാക്കണം, വിപൽഘട്ടങ്ങളിൽ വിളിക്കണം റസൂലിനെ. അതാണ് സയ്യിദാക്കൽ എന്ന് നബവി പറഞ്ഞു. സയ്യിദിന്റെ അർത്ഥം പഠിച്ചില്ല നിങ്ങൾ, ഉൽദാദമിനെ കുറിച്ച് പഠിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, സംശയിക്കണ്ട, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ എന്ത് സ്വഹാബികളും ഇതാ മനസ്സിലാക്കിയത്. അത് മൂപ്പര് തെരഞ്ഞു നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഈ ലാസ്റ്റ് ശ്രീനാരായണ കുഞ്ഞിനെ പോയി ഒരു ഒറ്റപ്പെടുത്ത. ശ്രീനാരായണ കൂടെ നബി മഹബൂദാന്ന് പറഞ്ഞു. ഇല്ല, മൂപ്പര് നബിന്റെ പ്രവർത്തനം കണ്ടപ്പോ അങ്ങനെ ആവുന്ന ആളാണോ എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അതിന് ഇയാൾക്ക് ശ്രീനാരായണ ഗുരുവിന്റെ വാക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെ ഖുർആൻ ഇയാൾ മനസ്സിലാക്കാം? ഇത്ര അതപ്പതിച്ചോ? ഇത് കായക്കോട് തന്നെ അല്ലേ? ഇക്കോലത്തിൽ ജിന്ന് വന്നതാ, ഞങ്ങൾക്കറിഞ്ഞൂടാ. എന്താ ഈ പറയുന്നത്? അനസയ്യിദ് ഉൽദാദമിനൊക്കെ സംരക്ഷകനാന്ന് പറഞ്ഞാൽ അത് ഊഹ. എന്താ ഇത് അവസ്ഥ? പിന്നെ മന്ത്രിച്ചിട്ട് കാര്യമില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, പൊളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്നിട്ട് മൂപ്പര് കപല പ്രസംഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നടക്കൂല. തെളിവ് വീണ്ടും ഞങ്ങൾ പറയുന്നു. ഈ ആയത്തും ഹദീസും പഠിച്ച സ്വഹാബി അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളതാ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് തന്റെ മുഖം കുത്തിയിട്ട് ഇസ്തിഗാസ ചെയ്യുന്നു. ഹാക്കിം ഉദ്ധരിക്കുന്നു, ഈഹാണെന്ന് സഹബി ഉദ്ധരിക്കുന്നു. പറയൂ നിങ്ങൾ, അബൂ അയ്യൂബ് അൽ അൻസാരി മുശ്രിക്കാണോ? പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് പഠിക്കുകയൊക്കെ. അതാരാ പറഞ്ഞത്? മർവാൻ തങ്ങൾ സ്വഹാബിയാണ്. അവർക്ക് ഈ ശിർക്ക് തിരിഞ്ഞിട്ടില്ലേ? നിങ്ങൾ നാലാള്, അതെന്നെ നാലും നാല് ഭാഗത്ത്, നിങ്ങൾ മാത്രമായി സ്വർഗത്തില്. അതുകൊണ്ട് കായക്കൊടി ഇനിയെങ്കിലും മനസ്സിലാക്കൂ. നിങ്ങളൊന്ന് നന്നാവണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കളി കളിച്ചാൽ എങ്ങനെ നന്നാവാനാണ്? ഊഹമല്ല, ഊഹമല്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പോലുള്ള പ്രാർത്ഥന അള്ളാന്റെ റസൂലിനോട് ഉണ്ടാവില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് ഏൽപ്പിച്ച ആളാണ്, അള്ളാഹ് സഹായം തേടാൻ പറഞ്ഞ ആളാണ്. ഖുർആനിലും തൗറാത്തിലും ഇന്നത്തെ സംവാദത്തിന്റെ പ്രത്യേകത അതാ. 4 കിതാബേയും മറ്റുള്ള സുഹഫേയും. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും എല്ലാ സ്ഥലത്തും പറഞ്ഞു ഈ ഉമ്മത്തിന്റെ സംരക്ഷകനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. തേടണമെന്ന് അനസയ്യിദ് ഉൽദിയാദം അത് ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. പിന്നെ അള്ളാഹിനോട് തേടുന്ന പോലെയുള്ള പ്രാർത്ഥന വാഹനം കയറുമ്പോ, വാഹനത്തിൽ നിൽക്കുമ്പോ അത് റസൂലുള്ളാഹിനോട് അതുണ്ടാവില്ല. അത് അള്ളാഹിനോട് മാത്രം. അതേ സമയത്ത് ഉൻദുർനാന്ന് പറഞ്ഞു റസൂലാണെന്ന് കരുതിയിട്ട് അത് ആരോടുമാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദ്യം അവശേഷിക്കുന്നു, നിങ്ങൾ പറയണം. നിങ്ങളെ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കണ്ടേ, അല്ലെങ്കിൽ ഈ സാധുക്കൾ നിങ്ങളെ വിടൂല അവിടുന്ന് പോകാൻ. അത് നിങ്ങളെ പണിയാണ്. പക്ഷേ ഇത് പറയണം. ചോദ്യത്തിന് ഉത്തരവിടെ? അതാ വേണ്ടത്. ചോദ്യത്തിന് ഉത്തരാ വേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നിങ്ങളിത് എന്നോട് നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോന്നാ ചോദ്യം. നിങ്ങൾ പറഞ്ഞ് ഇസ്തിഗാസ ആയിക്കോട്ടെ, ഉണ്ടോ? നിങ്ങളെ വാദം അതല്ലേ? ആ വാദത്തിനാ തെളിവ് വേണ്ടത്. എവിടെ തെളിവ്? എന്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വഫാത്തായ നബിയോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല എന്ന നിങ്ങളുടെ വാദത്തിന് ഖുർആനിൽ നിന്ന് ആയത്തുണ്ടോ? ആയത്തോതിയില്ല. ഞങ്ങൾക്ക് തൗറാത്ത, നിങ്ങൾക്ക് ഇനി തൗറാത്തിന്റെ അമഹടവും ജീലൊക്കെ തന്നെ തെളിവ്. അതന്നെ ഉണ്ടാവുള്ളൂ. അള്ളാന്റെ ഖുർആനിൽ നിന്ന് ഒരു തെളിവില്ല. എന്താ ഇല്ലാത്തത്? അള്ളാഹ് പറഞ്ഞതാ, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം വമൻ യദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി.
ഒരു തെളിവുണ്ടാവില്ല നിങ്ങൾക്ക്. ആ ധൈര്യത്തിലല്ലേ ഞങ്ങളെ ചോദ്യം? ആ ധൈര്യത്തിലാ ഞങ്ങളെ ചോദ്യം. അതാ കിതാബ് കമ്മി. കാരണം ഈ ചോദ്യത്തിന് ഒരു തെളിവും ഞങ്ങൾക്ക് തന്നതല്ലേ നൗഷാദിന്. ഇതാ ഖുർആനിലെ പിടി, ഖുർആനില്ലെങ്കിൽ പിടിച്ചോ. ഒരു തെളിവ് ഈ കിതാബിൽ നിന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല മക്കളെ. ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. വായിച്ചാലൊന്നും അതില്ല. അതുകൊണ്ടാ പൊന്മള പറഞ്ഞത് എന്ത്? മുഅ്ജിസത്തിൽ അവസാനിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഖുർആൻ മാത്രമേ ഉള്ളൂ. ചോദിച്ചിട്ട് കുടുങ്ങണ്ട. പിന്നെന്താ? ഹാഫിളാണെന്നല്ലേ. ഈ ഹാഫിള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹിന്റെ റസൂലിന്റെ അരികിൽ എന്ന് പറഞ്ഞ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. ഹാഫിള് പേരോട് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു ഹാഫിളും വേണ്ട, ഒരു ഹാഫിളും ഞങ്ങൾക്ക് വേണ്ട, അല്ല മതി. കാരണം അള്ളാഹിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താ? വമാന അലൈക്കും ബിഹഫീൽ ഐ ബിഹാഫിലിൻ വലാ റഖീബിൻ. ഞാന് അല്ലാതെ വേറൊരു ഹാഫിലില്ല, വേറെ ഒരു റഖീബില്ല എന്ന് വമാന അലൈക്കും ബിഹഫീൽ എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെതിരായി അതാ തെളിവ്. അങ്ങനെ തെളിവ് പറയേണ്ടത് ഖുർആനായത്ത്. ഇതാ ഇന്ന മുഫസ്സിർ ഇത് വഫാത്തായ നബിയോട് ഇസ്തിഗാസ നടത്താമെന്നതിന് തെളിവാണെന്ന് പറഞ്ഞു. ഇതാ ഹദീസ്. ഇന്ന മുഹദ്ദിസ് ഇത് വ്യാഖ്യാനിച്ച് വഫാത്തായ റസൂലിനോട് ഇസ്തിഗാസ നടത്താമെന്ന് പറഞ്ഞു. അതേ വേണ്ടു. ഈ ബഹളമൊന്നും വേണ്ട, ഈ കോപ്രായും കോമാളിക്കളിയും ഒന്നും വേണ്ട. ആ തെളിവ് സമാധാനപരമായി വായിച്ചാൽ മതി. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ തെളിവ് എന്നല്ലോ, ഖുർആൻ ആയത്തോതിയല്ലോ, തഫ്സീറുകൾ വായിച്ചല്ലോ, പ്രമാണങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ നേതാവ് തന്നെ നിങ്ങളുടെ ആദർശത്തെ പൊളിച്ചതും കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു തന്നല്ലോ. അതുപോലെ മാന്യമായി തെളിവ് പറയുക. ഈ കളി ഞങ്ങളെ, അത് ഞാൻ അന്ന് പറഞ്ഞു ഇയാളുടെ മുസാഫ് കഴിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങളത് ഓതിപ്പടിച്ചതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾക്കതിൽ തർക്കമില്ല. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഓതി തന്നല്ലോ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. ഓതി തന്നു നിങ്ങൾക്ക്. മാത്രമല്ല അവിടെ ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അതിന്റെ ബാക്കി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, പറഞ്ഞില്ലേ നിങ്ങളോട്, ഹബീബായ നബിയെ എല്ലാ മുഅ്മിനീങ്ങളും സയ്യിദാക്കണം. സയ്യിദ് എന്ന് പറഞ്ഞാൽ പഠിച്ചോ സഹോദരങ്ങളെ, ആപൽ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ആൾ. ഇനി അടുത്ത ആയത്ത് വേണോ? ഇവിടെ പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ മുഴുവനും റസൂലുള്ളാഹിനോട് ഉൻദുർനാ എന്ന് പറഞ്ഞോ വിശുദ്ധ ഖുർആൻ. തൗറാത്തും രാമായണവും ഒന്നിച്ച് അയാൾ പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തൗറാത്തും രാമായണവും ഒരു ഗണത്തിൽപ്പെടുത്തിയ നിങ്ങളെ മുസ്ലിം സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങളെ അധപ്പതനത്തിന്റെ തുടക്കമാണ്. എങ്ങനെ അത് ഒന്നായത്? തൗറാത്തിൽ സ്വഹിയായി വന്നതാ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തത്. അത് നിങ്ങൾ പഠിച്ചില്ല. തൗറാത്തിലടക്കമുള്ള തെളിവാണ്. അപ്പൊ ആയത്ത് പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു സീന വെച്ചുപോയി. നിങ്ങൾക്കത് തിരിയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി അവരിന്റെ സമീപത്ത് വന്ന് തേടിയത്. ഇനി റഹ്മാനി നാൾ പറഞ്ഞു, പിന്നെ ഇവിടുന്ന് പോയി മക്കത്തുനിന്ന് പോയിട്ട് പിന്നെ CD ഇറക്കിയപ്പോ പുതിയ തെളിവ് വരുമ്പോ ഞാനെന്താ ചെയ്യാ, നോക്കാതെ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇനി CD ഇറക്കിയിട്ട് ഇത് ലൈഫാണ് അത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞ നാളത്തേക്ക് നീക്കി വെക്കണ്ട. ലൈഫാണെങ്കിൽ പറ, ഹദീസിൽ തെറ്റുണ്ടെങ്കിൽ പറ. നാളെ വന്നിട്ട് വിശദീകരണ സമ്മേളനം യൂട്യൂബിൽ ആ സാധു പിന്നെ പറയാ ഞാനെന്താ കാട്ടെ പുതിയ തെളിവ് പറഞ്ഞാല്. നിങ്ങൾ പഠിക്കണ്ടേ? ഇനി നാളെ പറയാൻ നിൽക്കണ്ട, ഇപ്പൊ പറയണം നേരുണ്ടെങ്കിൽ. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ അവരിന്റെ സമീപം ഇനി ഒന്നുകൂടി പിടിച്ചോ. താബിഈയായ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുൻകദിർ തങ്ങൾ ബുഖാരി ഇമാമിന്റെ ശൈഖാണ്. അതാ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് പോയി കബളിങ്ങനെ വെക്കുന്നു. ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഇസ്തഗസ്തു ബിഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിനോട് സഹായം തേടുകയാണ്. ആരാ രേഖപ്പെടുത്തിയത്? താരീഖുൽ ഇസ്ലാം റഹബി. 2 സീർ വലാമിന്റെ ബലാഗ് റഹബി. പിടിച്ചോ.
തെളിവ് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞോ, ഇല്ലത്തുണ്ടെങ്കിൽ പറഞ്ഞോ, ആളെ പറയാൻ നിൽക്കണ്ട. അപ്പോ സഹോദരങ്ങളെ, സ്വഹാബികൾ മുഴുവനും ചെയ്തു, താബിഈങ്ങൾ ചെയ്തു, ഖുർആൻ അത് പറഞ്ഞു, അവരൊക്കെ രേഖപ്പെടുത്തി. ഒരാളും ഇത് വഫാത്തിന്റെ മുമ്പ് മാത്രമാണെന്ന് പറഞ്ഞിട്ടുമില്ല. എല്ലാവരും വഫാത്തിന്റെ ശേഷം എല്ലാ തെളിവും പറഞ്ഞു. ഇമാമിയങ്ങൾ അത് മുഴുവനും, നിങ്ങൾ പറഞ്ഞല്ലോ ഇമാമിയങ്ങൾ ഇവിടെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞു, വഫാത്തിന്റെ നേരത്തെ വരെ വിളിക്കാണ്, യാ റസൂലല്ലാഹ് അൽ മദദ്, സഹായിക്കണം നബിയെ. ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അത് റസൂൽ കൊടുത്ത സഹായാണ്. ഇവിടെ റസൂൽ ഞങ്ങളെ സഹായിച്ച പോലെ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, എല്ലാ തെളിവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇസ്തിഗാസ ശിർക്കാണെന്ന നിങ്ങളുടെ വാദം പൊളിഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് മഹ്ശറയിൽ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി പറയുമ്പോ ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിച്ചു പറയും, ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹ്. ആരാധനക്കപ്പെടാത്ത നേതാവിന്റെ അടുത്തേക്ക് പോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, ചോദ്യ ഉത്തര സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 10 മിനിറ്റ് വീതം അവലോകനമാണ് ഇവിടെ നടക്കാനുള്ളത്. ആദ്യം ആര് അവലോകനം ചെയ്യണമെന്ന് നറുക്കെടുപ്പിലൂടെ ആയിരിക്കും തീരുമാനിക്കുക. ഒരു കാര്യം മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആര് ആദ്യം അവതരിപ്പിച്ചാലും ഇല്ലെങ്കിലും 2 അവലോകനം കഴിഞ്ഞിട്ട് ഇരു വിഭാഗത്തെ ആളുകളും എണീറ്റ് പോകാൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഏത് സംവാദം നടന്നാലും മധ്യസ്ഥന്മാരെ അനുസരിക്കുക. ഇരു വിഭാഗം പണ്ഡിതന്മാരും മധ്യസ്ഥന്മാരെ അനുസരിക്കുക എന്നുള്ളത് ഈ സംവാദത്തിന്റെ ഒരു തത്വമാണ്. ഈ ഹനീഫ കായക്കൊടി ഇവിടെ ചെയ്തത് എനിക്ക് വളരെ പ്രതിഷേധമുണ്ട്. കാരണം അദ്ദേഹം ഒരു പരാമർശം, അദ്ദേഹം ഉത്തരം കിട്ടാത്തത് കൊണ്ട് ആ വെപ്രാളത്തിൽ പറഞ്ഞതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം ഒരു പരാമർശം ഇവിടെ ചെയ്തു. എന്ത്? രാമന്തളിയെ കിട്ടാത്തപ്പോ വിവരമില്ലാത്ത ഒരാൾ അത് പറയാൻ പാടില്ല. അദ്ദേഹത്തിനോട് ഞാൻ പറയാണ്. കാരണം എന്തുകൊണ്ട്? ഞാനും നാണയാജിയും വളരെ സൗഹാർദ്ദ രൂപത്തിൽ നല്ല രീതിയിൽ നീതിമാന്മാരായിക്കൊണ്ട് മധ്യസ്ഥനായിരിക്കുമ്പോ ഈ ഭാഗത്തുനിന്ന് നാണയാജിനെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞാലും ഞാൻ അതിനെ കൂട്ടു നിൽക്കൂല. അപ്പൊ അദ്ദേഹത്തിന്റെ വെപ്രാളത്തിലോ അദ്ദേഹത്തിന്റെ ആദർശവും കിട്ടാത്തൊരവസ്ഥയത്തിലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ വിവരമില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നടത്തുന്ന ഏത് മുഖാമുഖത്തിലും ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ മുജാഹിദുകളെ ഉത്തരം മുട്ടിക്കുന്നത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും ഇവിടെയുള്ള പരിപാടികളൊക്കെ വളരെ ശ്രദ്ധപൂർവ്വം കേട്ടുകൊണ്ടാകണം പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നറുക്കെടുപ്പ് കൂടെ തീരുമാനിക്കുകയാണ്. ആ കാര്യം നിങ്ങൾ അറിയിക്കുന്നു. നമ്മളെ വാദപ്രതിവാദത്തിന്റെ അവസാന സമയമാണ്. ഇവിടെ മധ്യസ്ഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി വിഷയം അവതരിപ്പിക്കുന്നത്, അവലോകനം ചെയ്യുന്നത് മുജാഹിദ് പക്ഷത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ രണ്ടാമത് സുന്നി പക്ഷത്തിൽ നിന്ന്. പരമാവധി സഹിഷ്ണുതയാണ് നമുക്കിതിനാവശ്യം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹിഷ്ണുതയോട് കേട്ടിരിക്കുക എന്നുള്ളതാണ്. കോപ്രായങ്ങൾ കൊണ്ട് ഒരാളും വിജയിച്ചിട്ടില്ല. എന്തു തന്നെയാണെങ്കിലും പണ്ഡിതന്മാർ ഇവിടെ പറയുകയും അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ വാദപ്രതിവാദത്തിന് വിധി എഴുതുന്നത് സാധാരണക്കാരാണ്. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ തമ്മിൽ വാദപ്രതിവാദം നടത്തുകയും സാധാരണക്കാരായ ആളുകളാണ് യഥാർത്ഥത്തിൽ അതിൽ വിധി പറഞ്ഞ് ഈ സമൂഹത്തിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പരസ്പരം ആരോഗ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അത് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പലപ്പോഴും പല കോപ്രായങ്ങളും പല ഭാഗത്തു നിന്നുണ്ടായാലും ഏത് ഭാഗത്തു നിന്നാണെങ്കിലും അത് നമ്മൾ ആ നിലക്ക് പോകരുത്. നമ്മളെല്ലാവരും ഒരുപാട് കാലമായി, ഞാൻ 1976 മുതൽക്ക് വാദപ്രതിവാദം കാണാൻ പോയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ മജീദ് സാഹിബ് സൂചിപ്പിച്ച മാതിരി ചോദ്യം ചോദിക്കുക എന്നുള്ള നിലക്കല്ല. നമ്മൾ എന്തു തന്നെ ആണെങ്കിലും ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒറ്റക്കൊറ്റയ്ക്ക് ഇനിയും പറയാലോ. അതാണല്ലോ അതിന്റെ ആവശ്യം. അതുകൊണ്ട് വിജയം അതേപോലെ പരാജയം തീരുമാനിക്കേണ്ടത് ഈ സമൂഹമാണ്. അത് തീരുമാനിക്കട്ടെ. നമ്മൾ അഭിപ്രായങ്ങൾ പറയുക. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين.
ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൗഹീദ് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ചില മണിക്കൂറുകളാണ് ഇവിടെ കഴിഞ്ഞുപോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയ, ഞാൻ നേരത്തെ പറഞ്ഞ ശിർക്കിന്റെ വക്താക്കൾക്ക്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾക്ക് ഒരു പ്രമാണവും ഉണ്ടാവുകയില്ല എന്ന അല്ലാഹുവിന്റെ വചനം, അത് കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ആ നിമിഷങ്ങൾ നമ്മുടെ കൈകൊണ്ട് സംഭവിച്ചതിൽ അല്ലാഹുവിനെ നാം സ്തുതിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പറയാനും ഇത് പഠിപ്പിക്കുവാനും ഈ സമൂഹത്തിൽ കുറച്ചാളുകൾക്കെങ്കിലും ഇത് ബോധ്യപ്പെടുത്തുവാനും തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. വിഷയാവതരണം മുതൽ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള പ്രത്യേകതയും വ്യത്യാസവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ വിഷയാവതരണം മുതൽ പ്രമാണങ്ങൾ കൊണ്ടാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള അഥവാ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായാർത്ഥന ശിർക്കാകുന്നത് എന്ന് കൃത്യമായി 10-12 കാരണങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മുടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ആദർശമാണതെന്ന് പറഞ്ഞു. കഴിവിൽ നിന്ന് ചോദിക്കുമെന്ന വിശ്വാസം അത് മക്കക്കാരുടെയും വിശ്വാസമാണ്. എന്നാൽ അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ മറുഭാഗത്ത് നിന്ന് തെളിയിക്കുന്നത് നമ്മൾ കേട്ടില്ല. അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ അവർക്ക് സാധിച്ചില്ല. നമ്മൾ പറഞ്ഞു, നമ്മുടെ തേട്ടം കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുന്നവൻ റബ്ബ് മാത്രമാണ്. അല്ല, അമ്പിയാക്കൾക്കും അതിനുള്ള കഴിവുണ്ട് എന്ന് പറയാൻ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് കേൾക്കും എന്ന് പറയാൻ കഴിഞ്ഞില്ല ഇവിടെ. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നടത്തിയ തേട്ടം ഇത് തസ്തഗീസുന റബ്ബക്കും ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തെളിവ് പറയാൻ നമ്മൾ ചോദ്യത്തിന്റെ സന്ദർഭങ്ങളിലും ഉത്തരത്തിന്റെ സന്ദർഭങ്ങളിലും ആവശ്യപ്പെട്ടിട്ടും മറുവിഭാഗത്തിന് സാധിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലായി. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരോടെങ്കിലും നടത്തിയിട്ടില്ല. അള്ളാഹിന്റെ റസൂല് തന്നോട് നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല, സഹാബികൾ നടത്തിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അതിനൊരു തെളിവും ഇവിടെ ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം പറഞ്ഞതോ അബൂ അയ്യൂബിൽ അൻസാരി ചെയ്തു എന്നാണ്. സ്വഹീഹായ ഹദീസ് തെളിവ് ധരിക്കണമെന്നാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ പറയുമെന്ന്. നിങ്ങൾ ഉദ്ധരിക്കുന്ന ആ തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. അബൂ അയ്യൂബിൽ അൻസാരിയുടെ സംഭവം ഉദ്ധരിച്ച മുസ്തദ്രക്ക് നിങ്ങൾ വിചാരിച്ചതൊന്നും ഞങ്ങൾ കാണില്ല എന്നല്ലേ? നിങ്ങൾ ഈ ഉദ്ധരിക്കുന്നതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നും നിങ്ങൾ ആരെയാണ് നിങ്ങൾ അവലംബമായി സ്വീകരിക്കുന്നത് എന്നും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഷിയാ സൈറ്റികളെ അവലംബിച്ചുകൊണ്ട് ഷിയാക്കൾ ഉണ്ടാക്കിവിടുന്ന തെളിവുകൾ ഇവിടെ കൊണ്ടുവന്ന് പയറ്റാനുള്ള ആ തന്ത്രം അത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഞങ്ങൾ നിങ്ങളോട് സംവാദത്തിന് വന്നത്. എന്നാൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്ന സംഭവങ്ങൾ, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ യാ മുഹമ്മദ എന്ന് വിളിക്കുന്ന സംഭവങ്ങൾ ഒക്കെ ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. അല്ലാഹ് എതിർത്തതാണ്. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തുബരി അതേപോലെ ഇബ്നു അബി ഹാത്തിം ഒക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അവർ പറയാറുണ്ടായിരുന്നു, യാ മുഹമ്മദ് എന്നവർ പറയാറുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹ് വിരോധിക്കുകയാണ് ചെയ്തത്. ഇവർക്ക് ഉദ്ധരിക്കാനുള്ള തെളിവുകളോ ഇതാ അയാൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു, ഇയാൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. അല്ലാഹ് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിളി സഹാബത്ത് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കുന്ന ആളുകൾ ഖുർആനിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് തെളിവുദ്ധരിക്കാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കുക. അവസാനം പിടിക്കാൻ ശ്രമിച്ചതോ അല്ലാഹുവിന്റെ റസൂൽ ഹാഫിളാണ്. നമ്മൾ മറുപടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു കൽപ്പിച്ചത് വമാന അലൈക്കും ബിഹഫീൽ ഐ ബിഹാഫിലിൻ വലാ റഖീബിൻ, ഞാൻ നിങ്ങളുടെ ഹാഫിളല്ല, ഞാൻ റഖീബല്ല. പിന്നെയോ വലിന്നമാന മുബല്ലിഗുൻ, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചേരുന്നവനാണ് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് പേരോടും പറഞ്ഞത്. ഞങ്ങൾക്ക് ഹാഫിളായി അല്ലാഹു മതി, വേറെ ഒരു ഹാഫിളിനെയും ഞങ്ങൾക്ക് വേണ്ട എന്ന് അല്ലാഹുവിന്റെ ഈ ഖുർആനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞത്. അവസാനം ഖുർആനിൽ നിന്ന് ആയത്ത് ധരിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പോലും കൊണ്ടുവരാൻ കഴിയാതെ വേറെ എന്ത് കിതാബാ കൂട്ടരെ നിങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങൾ കിതാബ് കൊണ്ടുവന്നു എന്ന് അഭിമാനിക്കുന്നുവല്ലോ. ആ കിതാബിലൊന്നിലും വഫാത്തായ നബിയോട് ഇസ്തിഗാസ നടത്താമെന്ന നിങ്ങളുടെ വാദത്തിനുള്ള ഒരു വരി തെളിവ് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങൾ നേരത്തെ ഉദ്ധരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. സഹോദരന്മാരെ,
അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കയിലുള്ള ആളുകൾ അള്ളാഹുവാണ് ആകാശമുണ്ടാക്കിയത്, അള്ളാഹുവാണ് ഭൂമി ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ ആ അംഗീകാരത്തിന് ശേഷം മറ്റൊരു ചോദ്യം ചോദിക്കാൻ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവരുണ്ടല്ലോ, അതാരായാലും ശരി, അവരെ കുറിച്ചാണ് ചോദ്യം. എന്താ ചോദ്യം എന്നറിയുമോ? അള്ളാഹു എനിക്കൊരു ലുറുണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ, എനിക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ നിങ്ങൾ തേടുന്ന ശക്തികൾക്ക് കഴിയുമോ? വഫാത്തായ നബിക്ക് കഴിയുമോ? ഏതെങ്കിലും ശക്തികൾക്ക് കഴിയുമോ? അവിടെയാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴായി പരിഭരിച്ചുപോയ മഹാന്മാരോട് തേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എനിക്കെന്റെ അല്ലാഹു മതി എന്ന്? എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ ജാറത്തിലേക്കല്ലേ പോകുന്നത്? നിങ്ങൾ മഹാന്മാരെയല്ലേ വിളിക്കുന്നത്? നിങ്ങൾ അമ്പിയാക്കളെയല്ലേ വിളിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഉറുക്കുകൾ കെട്ടി, നിങ്ങളുടെ കഴുത്തിൽ ഏലസുകൾ കെട്ടി, നിങ്ങളുടെ വീട്ടിൽ തകിടുകൾ തൂക്കി എങ്ങനെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി? അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു. കാരണം അള്ളാഹിന്റെ റസൂല് വേറെ ഒരു നബിയോടും തേടിയില്ല, ഒരു സഹാബിയോടും തേടിയില്ല, ഒരു ഷഹീദിനോടും തേടിയില്ല. സഹാബിമാർക്കൊന്നടങ്കം അത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു, ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. കാരണം എന്തേ? അവരാരും ജീവിതത്തിൽ ഒരിക്കലും ഒരു നബിയെയും വിളിച്ചു തേടിയില്ല, ഒരു റസൂലിനെയും വിളിച്ചു തേടിയില്ല. വഫാത്തിന് ശേഷം അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് അവർ ഇസ്തിഗാസ നടത്തിയില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നിച്ച് പ്രഖ്യാപിക്കണം, ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, പരമേൽപ്പിക്കുന്നവരൊക്കെ അവരിലാണ് പരമേൽപ്പിക്കുക. അതിനു പകരം അള്ളാഹിന്റെ റസൂല് വമാന അലൈക്കും ബിഹഫീൽ എന്ന് അള്ള പറഞ്ഞ ആ ആയത്തിൽ ഹഫീൽ അല്ല എന്ന് അള്ളാഹിന്റെ റസൂല് പറയുമ്പോ, അതെ, ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അള്ളാഹിന്റെ റസൂലിന് കഴിയും എന്ന് പറയുന്ന ആളുകൾക്ക് പ്രമാണങ്ങളില്ലെന്ന് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ആകെയുള്ള വാദം മുഅ്ജിസത്ത് കൊണ്ടാണെന്നാണ് പൊന്മള ആ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഇല്ല, അള്ളാഹിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് ഖുർആൻ മാത്രമാണ് എന്ന് പൊന്മള വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി അതുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ കരാറിന്റെ എഴുതി ഒപ്പിടാൻ നൗഷാദ് ഹസനി ഇവിടെ ഇരിക്കുമെന്നാണ്. ആ കരാറ് കൂടി നമുക്കിവിടെ നിന്ന് എഴുതി പിരിയാം എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ പറഞ്ഞ തെളിവുകളുടെ, ഈ പറഞ്ഞ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനോട് തേടുക. ആ അള്ളാഹുവിനോടാണ് അംബിയായി തേടിയത്, ആ അള്ളാഹുവിനോടാണ് ഔലിയായി തേടിയത്. ഖുർആൻ തുടക്കം മുതൽ പരിശോധിച്ചോ, മുഴുവൻ അംബിയാക്കളും തേടിയത് അള്ളാഹുവിനോട്, മുഴുവൻ ഔലിയാവും തേടിയത് അള്ളാഹുവിനോട്. സ്വഹീഹായ ഹദീസുകൾ പരിശോധിച്ചോ, മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോട്. അതാണ് ഞങ്ങൾ ഖുർആൻ എന്ന് എഴുതിയത്, അതാണ് ഞങ്ങൾ സ്വഹീഹായ ഹദീസ് എന്ന് എഴുതിയത്. അതിന് വ്യത്യസ്തമായി ഒരു തെളിവ് തരാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞില്ല. കേട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്കിനി കഴിയില്ല, അറിഞ്ഞില്ലെന്ന് പറയാൻ നിങ്ങൾക്കിനി കഴിയില്ല. ഈ തെളിവ് രാത്രി പോയിരുന്ന് ആ മുസ്ലിയാരുടെ കോപ്രായത്തിൽ മയങ്ങി നിങ്ങൾ കാട്ടിയ കാട്ടിക്കുട്ടലുകൾ നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കുക. പടച്ച തമ്പുരാൻ ഹിദായത്ത് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് നൽകിയ വലിയ ഒരു നാഴികക്കല്ലായി ഈ വാദപ്രതിവാദം മാറിയിരിക്കുന്നു എന്ന് ഞാൻ ആദ്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയത് ആകെ തെറ്റിപ്പോയി. മുജാഹിദുകളോടാ പറയും, നിങ്ങളൊന്ന് ചിന്തിക്ക്. എനിക്ക് അല്ലാഹു മതി. ഒരാള് ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാ, അയാൾ വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോണില്ല. അപ്പൊ ചോദിച്ചു, എന്താ മോനെ വീട്ടിൽ പോവാ, ജോലിക്ക് പോവാ? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അല്ലാഹു തആല ഏൽപ്പിച്ച ആളുകളോട് സഹായം തേടുന്നത് അല്ലാഹുവിനെ അനുസരിക്കലാണ്. അത് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ്
ഞാൻ ഓതിയ ആയത്ത് സൂറത്തുൽ ഫത്ഹിൽ നിന്ന് അള്ളാന്റെ റസൂലിനെ സഹായിയാക്കണം എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, സയ്യിദാക്കണം, തേടണം എന്ന് പറഞ്ഞതിന്റെ അടുത്ത ആയത്തെന്താ? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. നബിയേ, അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നവർ അവർ അല്ലാഹുവിനോടാണ് യഥാർത്ഥത്തിൽ ബൈഅത്ത് ചെയ്യുന്നത്. അവർ റസൂലുള്ളാഹിനോട് തേടുന്നത് ഹസ്ബിയല്ലാഹ് എന്നതിന് എതിരല്ല, അല്ലാഹ് ഏൽപ്പിച്ച ആളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ മൂപ്പര് പറഞ്ഞ്, നിങ്ങൾ കൊണ്ടുവന്ന കിതാബിന്റെ കഷ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട്. കഷ്ണമല്ല, ഹാക്കിമിന്റെ പുസ്തകരക്ക് തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഷിയാക്കളെ സൈറ്റിലുണ്ടത്രേ, അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അറിയൂ. ഷിയാക്കളെ സൈറ്റിൽ ഖുർആൻ മുഴുവണ്ട്, അത് ഞാൻ ഒഴിവാക്കാതെ നമ്മൾ അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും. ഇതാ ഞാൻ വായിച്ചു തരാം. ബഹുമാനപ്പെട്ട മർവാൻ തങ്ങൾ ഒരു ദിവസം വന്നു റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക്. അപ്പോഴുണ്ട് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ അവിടുത്തെ കവിളിങ്ങനെ വെച്ചിരിക്കുന്നു, സിയാദ ചെയ്യുകയാണ്. ചോദിച്ചു, എന്താ ചെയ്യുന്നത്? എന്റെ പരാതി പറയാൻ ഞാൻ ഹബീബിന്റെ സമീപത്ത് വന്നതാണ്. ആരാ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? ഇമാം ഹാക്കിം. ഇമാം ഹാക്കിം തങ്ങൾ മുശ്രിക്കാണോ? എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, ഇത് ശരിയായ സനദാണ്. വഖാല ദഹബി, പോരാത്തതിന് ദഹബിയും പറഞ്ഞു സ്വഹീഹുൻ സ്വഹീഹുൻ. എന്താ പറയാനുള്ളത്? ഇനി ഞാൻ പറഞ്ഞല്ലോ ഇബ്നുൽ മുൻകദിർ തങ്ങളെ ഇസ്തിഗാസ. അപ്പൊ ഇന്ന് നടന്നതിന്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, നമ്മുടെ വിഷയാവതരണത്തിൽ നമ്മൾ പറഞ്ഞു അല്ലാഹുവാണ് എല്ലാം, തർക്കമില്ല. പക്ഷേ അല്ലാഹ് ഏൽപ്പിച്ച ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അത് വഫാത്ത് ഇല്ല. എന്തുകൊണ്ട്? എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, വഫാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്ത്